തിരുവനന്തപുരം വെമ്പായത്തിന് സമീപം MC റോഡ് അരികത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. ടോട്ടലായിട്ട് 14 സെന്റിൽ 6500 സ്ക്വയർ ഫീറ്റിലെ ഒരു കമേഴ്സ്യൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. ഈ പ്രോപ്പർട്ടിയുടെ മുൻവശത്ത് കാണുന്നത് പോലെ ഈ കാണുന്ന പോലെ ഒരു ഷോറൂം കണക്ക് നമുക്കൊരു കടമുറിയും ഇതിൻ്റെ പിൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വെയർ ഹൗസും ഉണ്ട്. അതുപോലെ തന്നെ മേളത്തെ നിലകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് ടോട്ടലായിട്ട് 4 ഫ്ലാറ്റുകളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകതയാണ്. ഇത് ഏകദേശം 6 വർഷം മാത്രം പഴക്കമുള്ള കെട്ടിടമാണ്. നമുക്കിതിലെ താഴത്തെ നിലയും വെയർ ഹൗസുമായിട്ട് സ്റ്റുഡിയോക്കാരൊക്കെ എടുക്കാൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്കായതുകൊണ്ട് വാടകക്കാരെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. നമുക്കിത് വിൽപ്പന എടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അവർക്ക് തന്നെ ഇത് ഏൽപ്പിക്കാവുന്നതാണ്. ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്കകത്തുള്ള വാടക തരാൻ അവർ തയ്യാറുമാണ് കേട്ടോ. ആ രീതിയിലൊരു പ്രോപ്പർട്ടി. നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ മുൻവശം. MC റോഡ് ഫ്രണ്ടേജ് ആണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ വെമ്പായത്ത് നിന്ന് പിരപ്പങ്കോട് പോകുന്ന വഴി നമ്മുടെ കൊപ്പം ആ സ്ഥലത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. വെമ്പായത്ത് നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും. MC റോഡ് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടി. മുൻവശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് മുൻവശത്ത് ഏകദേശം 5 ഷട്ടർ വരുന്ന വലിയൊരു ഷോറൂം കണക്കുള്ള ഒരു കടമുറി എന്ന് തന്നെ പറയാം. ഇതൊരു ഹാർഡ്വെയർ ഷോപ്പാണെങ്കിലോ ബ്യൂട്ടി പാർലർ ആണെങ്കിലോ എന്ത് തരം ആക്ടിവിറ്റിയും ചെയ്യാവുന്ന നല്ല നീറ്റായിട്ടുള്ള ഒരു വലിയൊരു ഷോറൂം. ഈ ഭാഗത്തായിട്ട് അതിനകത്ത് ഒരു ബാത്റൂം കാണാൻ സാധിക്കും. മുൻവശത്ത് 4 ഒരു സൈഡിലേക്ക് 1, അങ്ങനെ ടോട്ടലായിട്ട് 5 ഷട്ടർ വരുന്ന രീതിയിലുള്ള കടമുറിയാണ്. നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ വലിയൊരു ലോറി കയറാൻ കണക്കിന് നല്ല വീതിയുള്ള ഗേറ്റൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് വെയർ ഹൗസിലേക്ക് സാധനങ്ങൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ലോറിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് ശരിക്കുമുള്ള നമ്മുടെ മെയിൻ കെട്ടിടം കേട്ടോ. പിൻവശത്തേക്ക് ഈ രീതിയിൽ ഒരു വാർത്ത കെട്ടിടവും അതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ റൂഫ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതൊരു വെയർ ഹൗസാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഹാർഡ്വെയർ ഷോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയർ ഹൗസായിട്ട് ഇത് ഉപയോഗിക്കാം. നമ്മുടെ ഷോറൂമായിട്ട് മുൻവശത്ത് കാണുന്ന കടമുറികൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ വളരെ നല്ലൊരു സ്പേസ് ഉണ്ട്. വലിയ വണ്ടിയൊക്കെ അകത്തേക്ക് കയറ്റി നമുക്ക് സാധനം ലോഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ആണ്. ആ ഡോർ വന്നിട്ട് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റും കണ്ടോ. അതിൻ്റെ അടിയിൽ വീല് വെച്ച് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പണിക്കാരെ താമസിപ്പിക്കണമെന്നുണ്ടെങ്കിലും ഈ സ്പേസ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇവിടെയായിട്ട് നമുക്ക് 2-3 റൂമുകളും കിച്ചണും സൗകര്യവും എല്ലാം ഉണ്ട്. ആ രീതിയിൽ പിൻവശത്തേക്ക് കാണുന്ന ഈ ഒരു വാർത്ത കെട്ടിടം പ്രയോജനപ്പെടുത്താം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഹാർഡ്വെയർസിൻ്റെ സാധനം എന്തെങ്കിലും കൊണ്ടുവന്ന് ഡംപ് ചെയ്യണമെങ്കിൽ അതിനും ഈ സ്ഥലം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലാറ്റിൻ്റെ ദൃശ്യങ്ങളും കൂടെ കണ്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ വില പറഞ്ഞുതരാം. വിലയാണ് ഹൈലൈറ്റ് കേട്ടോ. ഈ MC റോഡ് അരികത്തെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു സെൻറ്റിൻ്റെ വില ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ. അതായത് ഈ ഒരു ലൊക്കേഷനിൽ ഇത്തിരി അകത്തോട്ടുള്ള പ്ലോട്ട് തന്നെ ഞാൻ സെൻറ്റിന് 12 ലക്ഷം 11 ലക്ഷത്തിനൊക്കെ ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് സ്ഥലത്തിന് നമുക്ക് വില എത്രയാണെന്ന് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ലൊരു റേറ്റാണ് അവർ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും സെയിം ലേഔട്ടിൽ 2 ഫ്ലാറ്റുകളാണ്. ഈ കാണുന്ന ഒരു 3 BHK ഫ്ലാറ്റും ഇതൊരു 2 BHK ഫ്ലാറ്റുമാണ്. ഞാൻ ഓടിച്ചൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ നമ്മുടെ ഒരു സിറ്റ് ഔട്ട്, അവിടെ നിന്നൊരു കോമൺ സ്പേസ്, ഇവിടെ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നത് പോലെ നമുക്ക് അത്യാവശ്യം അടച്ചൊക്കെയുള്ള, അതായത് ചെറിയ രീതിയിൽ മോഡുലാർ കിച്ചൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ കാണാൻ സാധിക്കും. അതുപോലെ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് ഈ ഒരു ഫ്ലാറ്റിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. തൊട്ടടുത്ത് ഇതേ കണക്ക് തന്നെ വന്നിട്ട് നമുക്ക് 3 ബെഡ്റൂം വരുന്ന ഫ്ലാറ്റാണ് കേട്ടോ. കൂടുതലായിട്ട് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതേ രീതിയിൽ തന്നെ തൊട്ടടുത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലായാലും കബോർഡും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഈ ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതായത് 4 അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. MC റോഡ് ഫ്രണ്ടേജ്, ജസ്റ്റ് ഇറങ്ങി നിന്ന ബസ് കിട്ടും. ആ രീതിയിൽ ആക്സസ് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഇതേ കണക്ക് തന്നെ ഇനി മേളിലുണ്ട്. നമുക്കിനി ടെറസിലേക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. പിൻവശത്ത് ആ വെയർ ഹൗസ് മാറ്റിയിട്ട് അവിടെ കെട്ടിടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ്. എനിക്ക് ആ ബാക്കിലത്തെ സ്പേസ് കണ്ടപ്പം തോന്നിയത് ശരിക്കും അവിടെ ആ ഫ്രണ്ടിലത്തെ ഗേറ്റ് എടുത്ത് കളഞ്ഞിട്ടേ നിങ്ങൾ അവിടെ ഒരു ചാർജിങ് സ്റ്റേഷനൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡരികത്തായിട്ട് ആ രീതിയിലൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില, അതായത് ടോട്ടലായിട്ട് 14 സെന്റിൽ 6500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉൾപ്പെടെ കെട്ടിടം ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില 3.25 കോടി രൂപയാണ്. നല്ല പ്രൈസ് അല്ലേ? അതായത് ഇവിടെയൊക്കെ സെന്റിന് ഒരു 12-14 ലക്ഷം രൂപ സുഖമായിട്ട് പോകും. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു കെട്ടിടം അടക്കം നമുക്ക് നല്ലൊരു പ്രൈസിന് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ 3.25 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില.